പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ. വെൽക്കം ടു ഡേ 28 ഓഫ് അവർ ജേർണി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കിന്ന് ധ്യാനവിഷയമാക്കാം. ദി വിമൻ കോട്ട് ഇൻ അഡൾട്ടറി. ഒരിക്കൽ ഒരാൾ തൻ്റെ കയ്യിലിരുന്ന വെളുത്ത പേപ്പറിൽ ഒരു ചെറിയ കറുത്ത കുത്തിട്ടു. എന്നിട്ട് സുഹൃത്തിനോട് ചോദിച്ചു, നിനക്കിതിൽ എന്താണ് കാണാൻ കഴിയുന്നത്? സുഹൃത്ത് പറഞ്ഞു, ഒരു കറുത്ത കുത്ത്. അയാൾ സങ്കടത്തോടെ പറഞ്ഞു, നോക്കൂ, ഇത്രയും വലിയ വെളുത്ത ഭാഗം ആ പേപ്പറിൽ ഉണ്ടായിരുന്നിട്ടും നിന്റെ കണ്ണുപോയത് ആ ചെറിയ കറുത്ത കുത്തിലേക്കാണല്ലോ. വി ഓഫൺ ഫോക്കസ് ഓൺ ദ വൺ ബ്ലാക്ക് സ്പോട്ട് ഇൻ എ പേഴ്സൺസ് ലൈഫ് ആൻഡ് ഇഗ്നോർ ദ റെസ്റ്റ് ഓഫ് ദെയർ ഗുഡ്നെസ്. മറ്റുള്ളവരുടെ കുറവുകൾ കാണാൻ നിങ്ങൾ മിടുക്കരാണ്, പക്ഷേ അവരുടെ നന്മകൾ നാം കാണാറില്ല. ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഇന്ന് ഒരു പ്രധാന കാര്യം പഠിക്കാം. കല്ലെറിയുന്നതിന് മുമ്പ് സ്വന്തം കൈകൾ നോക്കാം. ഡ്രോപ്പ് ദ സ്റ്റോൺ. പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാൻ വന്നവരോട് യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അത് കേട്ടപ്പോൾ പ്രായം കൂടിയവർ മുതൽ എല്ലാവരും ഓരോരുത്തരായി പിരിഞ്ഞുപോയി. അവസാനം യേശുവും ആ സ്ത്രീയും മാത്രം ബാക്കിയായി. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത്. ഇന്ന് നമ്മൾ മറ്റൊരാളെക്കുറിച്ച് മോശം പറയുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അവരെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പോ ഒന്ന് ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ കുറവുകളില്ലേ? മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് ആ കല്ലുകൾ താഴെയിടാം. യേശു നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ നന്മകൾ കണ്ടിട്ടല്ല, മറിച്ച് അവിടുത്തെ സ്നേഹം അത്ര വലുതായത് കൊണ്ടാണ്. ഇന്ന് ഒരാളോട് എന്തെങ്കിലും വിട്ടുവീഴ്ചയോടെ പെരുമാറാം. ജീസസ് ഡിഡ് നോട്ട് കം ടു കണ്ടം ബട്ട് ടു റെസ്റ്റോർ. ടുഡേ, ഇൻസ്റ്റെഡ് ഓഫ് pointing a finger, offer a helping hand. വിധിക്കാനല്ല, വിടുവിക്കാനാണ് യേശു വന്നത്. ഡ്രോപ്പ് യുവർ സ്റ്റോൺസ് ആൻഡ് പിക്ക് അപ്പ് മേഴ്സി. ഈ ലൻ 50 ജേർണി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചിന്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.